പുതിയൊരു ബില്ല് നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ ഈ പുറകെ കാണുന്ന R15 V3 ഏകദേശം 6 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഈ വണ്ടി രണ്ടാമതായിട്ട് വീണ്ടും മോഡിഫൈ ചെയ്ത് പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യം ഈ വണ്ടി ഇരുന്ന വേറൊരു മോഡലാണ് കേട്ടോ. സ്റ്റോക്കിന്റെ ഫോട്ടോ കൊടുത്തിരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഫുള്ള് രൂപം മാറ്റി പെയിന്റ് സ്കീം ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഉള്ള വീഡിയോ എന്തായാലും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടാമത് ഇപ്പൊ മോഡ് ചെയ്തിട്ടാണ് 6 വർഷം പഴക്കമുള്ള ഈ വണ്ടി ഈ കണക്കിന് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ മോഡാണ് ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോണത്. നമ്മൾ കുറെ ദിവസത്തിന് ശേഷമാണ് ഇന്ന് ആ വീഡിയോ ഇടുന്നത്. ഏകദേശം 20 ദിവസം കൊണ്ടിട്ടാണ് ഇന്ന് ആ വീഡിയോ ഇടുന്നത് കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നത് വളരെ കുറച്ചാണ് കേട്ടോ. അതായത് $100-150 നമുക്ക് ആ ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തട്ടിമുട്ടിയും പോകാനുള്ള ഒരു എമൗണ്ടേ ആവണുള്ളൂ. പിന്നെ പ്രൊമോഷൻ കിട്ടിയാൽ മാത്രം അഡീഷണൽ എമൗണ്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ നമുക്കത് മീറ്റ് ചെയ്ത് പോകാൻ വലിയ പാടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേറെ ലൈഫിന് മുമ്പോട്ട് ഒരുപാട് പോകണമല്ലോ. നമ്മളെന്തായാലും യൂട്യൂബ് നിർത്തുന്നില്ല. വേറെ കുറെ പ്ലാൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. മാക്സിമം നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കും. ഇതിനിടയിൽ നമ്മൾ വേറെ സൈഡായിട്ട് നമ്മുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് വേറെയും പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഇടാതെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടി വന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ഭരത് നോസ് വീലർ ഒരു റെഡ് കളർ R15 V3 വന്നിട്ട് വേറൊരു കളർ സ്കീം ഉണ്ടായിരുന്നു. ആ കളർ സ്കീമിൽ വെച്ചിട്ട് ഒരുപാട് സ്റ്റണ്ടൊക്കെ ചെയ്യണ ഒരു വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ V3 ആണ് ഈ V3 വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഫോട്ടോ എടുത്തിരിക്കാം. രണ്ടാമതാണ് ഈ ഒരു കണക്കിന് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഒരു നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടോ ഈ വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും പറയാം. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ഈ ചെറുപടിയിൽ പോകുന്നുണ്ട് നമ്മുടെ ചാനൽ അപ്പൊ തന്നെ നമ്മളാണ് നോട്ടീസിനെ എത്തിച്ചേരുന്നതാണ്. പോയി വണ്ടിയിൽ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് ഒരു അരിവേ നമുക്ക് പറയാം കേട്ടോ. ആദ്യമേ പറയാം, ഈ വണ്ടി വന്നിട്ട് R15 V3 നോൺ ABS ഫസ്റ്റ് മോഡൽ ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. കണ്ടാ, ആദ്യം വന്നിട്ട് റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കളർ ഉണ്ടായിരുന്നു. ആ കളറിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഈ കളർ വന്നിട്ട് ആദ്യം RC ബുക്കിൽ റെഡ് എന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പം ABS ഒക്കെ വെച്ചിറക്കിയപ്പം ഈ വണ്ടിക്ക് തണ്ടർ ഗ്രേ എന്ന് പറഞ്ഞിട്ട് പുതിയ കളർ സ്കീം കൊണ്ടുവന്നു. അപ്പൊ RC ബുക്കിൽ റെഡ് കളർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ റെഡ് തന്നെ ഗ്രാഫിക്സ് വർക്കുകളൊക്കെ മാറ്റി അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 10R ഇൻസ്പയർഡ് ആയിട്ടുള്ള മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈഗിളി മാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഒരു വിംഗ്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിംഗ്ലെറ്റ് V1 വെർഷൻ 1 വിംഗ്ലെറ്റ് ആണ് കേട്ടോ. മറ്റേ വെർഷൻ 2 ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒരു കൊമ്പോട് അഡീഷണൽ വരും. അത് എന്റെ വണ്ടിക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് വന്നിട്ട് ജെൽ ടൈപ്പ് നമ്പർ പ്ലേറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റോക്ക് മഡ് ഗാർഡ് തന്നെ ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ട് ആ മഡ് ഗാർഡിൽ പെയിന്റ് പിന്നെ കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ്നിങ് ടൈപ്പ് ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയാം. കണ്ട അപ്പൊ ആ കണക്കിനാണ് ഗ്രാഫിക്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ എഡ്ജിൽ ഒരു വെട്ട് പോലെ അങ്ങനെ തോന്നുന്നില്ല, പക്ക ഫിനിഷിംഗ് ആയിട്ടിരിപ്പുണ്ട്. അതേ കണക്കിന് ബാക്കിൽ വേറൊരു ടൈപ്പ് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റമ്പിന്റെ ഇവിടെ വരുന്ന ഭാഗം സിൽവർ കളറിൽ പെയിന്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ട് സൈഡും അതേ കണക്കിനെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് റിമ്മിൽ വന്നിട്ട് ഗ്രാഫിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും കൊള്ളാം. ഇവിടെ ഒരു ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റിനുള്ള അഡീഷണൽ സ്വിച്ച് കാര്യങ്ങൾ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നിന്ന് പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൗണ്ട് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻഡിക്കേറ്ററിനോട് വലിയ താല്പര്യമൊന്നുമില്ല. മൗണ്ട് ഇൻഡിക്കേറ്റർ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. മൊത്തത്തിൽ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രിഫ്റ്റ് 43 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ തന്നെ R15 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ തന്നെ ലൈവ് ഇൻ ദ റേസിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ കോസ, ഈ സൂപ്പർ കോസ ഭയങ്കര അവന് ഇഷ്ടമാണ് കേട്ടോ. ഫ്രണ്ട് അതാണ് ഇട്ടിരിക്കുന്നത്. ബാക്ക് വന്നിട്ട് മെച്ചിലിന്റെ പവർ. ബാക്ക് സൂപ്പർ കോസാണ് ഇത്രയും ദിവസം ഇട്ടിരുന്നത്. കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം പക്ക ഫിനിഷിംഗ് അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അണ്ടർ വെല്ലി സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റോക്ക് അണ്ടർ വെല്ലിയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു പേരിന് എന്തോ ഒരു അണ്ടർ വെല്ലിയോ ഈ കൊണ്ട് അണ്ടർ വെല്ലി കയറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയിരുന്നു. സൈഡ് ലുക്ക് പക്കയായിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു സ്ലൈഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കെന്തോ കാലൊക്കെ ഭയങ്കരമായിട്ട് തട്ടുന്നുണ്ട്. അവന് സീനൊന്നും കാണൂല. എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ വൈസറിന്റെ കാര്യം പറയാൻ പറ്റും. ഒരു ബബിൾ വൈസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡാഷിന്റെ ഇവിടെ വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബോബയുടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു USB പോർട്ട് ചാർജിങ് പോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പക്കയായിട്ട് എനിക്ക് തോന്നിയത് ബ്രേക്കിംഗ് ആണ് കേട്ടോ. ഈ RCBയുടെ ബ്രേക്കിംഗ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കിനെക്കാളും എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ബൈറ്റ് ഉണ്ട്. ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ പക്കയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലച്ച് വന്നിട്ട് സ്റ്റോക്ക് ക്ലച്ച് തന്നെയാണ്. ഈ ടീ സ്റ്റമ്പിലെ അപ്പർ പ്ലേറ്റ്, ഈ പ്ലേറ്റിന് നല്ല സ്ക്രാച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ചാവി നമ്മൾ കീച്ചേനൊക്കെ ഇടുന്ന സമയത്ത് സ്ക്രാച്ച് അങ്ങനത്തെ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഗോൾഡ് കളറിലേക്ക് അത് പെയിന്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ വണ്ടി വന്നിട്ട് 93,000 ഏകദേശം 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ കേട്ടാ. എൻ്റെ മോനെ. പിന്നെ ടാങ്കിന്റെ ഇവിടെ വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് ടാങ്ക് തന്നെയാണ്. അതിൽ വേറെ അഡീഷണൽ ഒന്നും കൊടുത്തില്ല. പിന്നെ ഈ R15 V3 പ്രശ്നമാണ് ഈ ടാങ്കിന്റെ ഇവിടെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ചക്കപ്പഴം ഞെരിയും പോലെ ഇങ്ങനെ ഞെരിഞ്ഞുകൊണ്ടിരിക്കും.
അവിടെ കണ്ടോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അത് എത്ര അടച്ചാലും അത് ലോക്ക് പക്കയല്ല. പിന്നെ ടാങ്കിന്റെ ഈ ഭാഗം വന്നിട്ട് പെയിന്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് പെയിന്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുമ്പോൾ ഈ ഫുഡ് റെസ്റ്റിന്റെ ഇവിടെ വന്നിട്ട് ഫുള്ള് സ്ക്രാച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് സിൽവർ കളറിലോട്ട് പെയിന്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ സിംഗാമൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് റിമാച്ചാണ് ഈ സ്റ്റോക്ക് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ അങ്ങനെ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ട്രാക്ക് ടയറാണ്, 2 ടയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വന്നിട്ട് 120 സൂപ്പർ കോസയുടെ ടയറും, ബാക്ക് വന്നിട്ട് ഫുള്ള് സൂപ്പർ കോസ് തന്നെയാണ് ബാക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 180 ആയിരുന്നു. ഇപ്പം ആണ് നമ്മുടെ ലെനുവിന്റെ അവിടെ നിന്ന് മെച്ചിലിന്റെ പവർ എന്ന് പറയുന്ന ഒരു മോഡൽ ടയർ എടുത്തിട്ടിരിക്കുന്നത് കണ്ടോ. ഈ ടയർ വന്നിട്ട് പക്ക പുത്തൻ പോലെയാണ്, പുത്തൻ ഗ്രിപ്പ്, പുതിയ ടയർ പോലെ. അപ്പൊ ഇതേ കണക്കുള്ള ടയറൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെനുവിനെ കോൺടാക്ട് ചെയ്യാം. അവന്റെ നിന്നാണെങ്കിൽ ഈ ടയർ എടുത്തിട്ടുണ്ടായിരുന്ന ട്രാക്ക് ബീച്ച് ആട്ടോ. ആ ഒരു ഇൻസ്റ്റാ പേജും അവന്റെ കോൺടാക്ട് നമ്പറും എന്തെങ്കിലും കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ. ആ താഴത്തെ ആ ഒരു ഇത് കണ്ടോ, അതായത് ഇത്രയും ദൂരം ഗ്രിപ്പ് തീരാണ്ട് പുത്തൻ ഗ്രിപ്പ് കേട്ടോ. ഇതേ കണക്കുള്ള ടയറുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്താ ലെനുവിനെ കോൺടാക്ട് ചെയ്യാം. പുതിയതുപോലത്തെ ടയർ. പിന്നെ ഈ ട്രാക്ക് ടയർ കിട്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് ബെയറിംഗ് കംപ്ലൈന്റ് ആവും, കോൺ സെറ്റ് കംപ്ലൈന്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയാനുണ്ട്. ഈ വണ്ടിക്കകത്ത് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റോക്ക് ടയർ കഴിഞ്ഞിട്ട് ഫുള്ള് സൂപ്പർ കോസ് തന്നെയാണ് അവൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. ബാക്ക് വന്നിട്ട് 180, ഫ്രണ്ട് വന്നിട്ട് 120. ഈ ട്രാക്ക് ടയർ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്ലൈൻലി ആയിട്ട് വളരെ ചെറിയ രീതിയിൽ മൈലേജും ഡ്രോപ്പ് ആവും, പെർഫോമൻസും ഡ്രോപ്പ് ആവും കേട്ടോ. പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല. എനിക്കും അങ്ങനെ വേറെ പ്രശ്നമായിട്ടൊന്നും കണ്ടില്ല, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അനുഭവത്തിൽ പറയാണ്. പിന്നെ ഒരുപാട് പേര് വണ്ടി ബെയറിംഗ് പിന്നെ കുറെ പേര് ഈ ബെയറിംഗ് ഒക്കെ പോകണമെന്ന് പറയണം. ബെയറിംഗ് ഒരു പരുവായിരിക്കുമ്പോഴായിരിക്കും ടയർ എടുത്തിരുന്നത്, അപ്പോഴേക്കും ബെയറിംഗ് പോവും. ബെയറിംഗ് പോകുമ്പോൾ അത് ടയറിന്റെ പേരിലോട്ട് വരും. അതാണ് സംഭവം. അല്ലാതെ വേറെ ഒരു പ്രശ്നവും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് പറയാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിക്ക് അത് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്ക് ടെയിൽ ലൈറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ ടെയിൽ ലൈറ്റ് വന്നിട്ട് LED ടെയിൽ ലൈറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന് LED തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് ഇത് ഇതിന്റെ 2 സൈഡിൽ ഇൻഡിക്കേറ്റർ ഒക്കെ വരും. കണ്ട ഇൻഡിക്കേറ്റർ ഒക്കെ വരും. അപ്പൊ ഇത് കണക്കുള്ള ഇതിവിടെ അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അയ്യോ, അതിനിപ്പോ എനിക്ക് ക്ലീൻ ചെയ്ത് കയ്യിലോട്ടാക്കാൻ വയ്യ. കസ്റ്റം ടൈപ്പ് ഒരു ബ്രാക്ക് ലൈറ്റ് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഒരു ഡോമിനാർ പറഞ്ഞു. എന്നിട്ട് ഈ ഇൻഡിക്കേറ്റർ വന്നിട്ട് ഹുസ്കോർണയുടെ ഇൻഡിക്കേറ്റർ ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റോക്ക് ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ. വീൽ ഹഗ്ഗർ മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ലുക്ക് കണ്ട അടിപൊളിയല്ലേ. നമ്പർ പ്ലേറ്റ് സ്റ്റോക്ക് ആയിട്ട് തന്നെ പഞ്ചിൻ ടൈപ്പ് നമ്പർ പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് നൈസിൽ വണ്ടി എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിക്കാം. പിന്നെ കണ്ട ഫ്രണ്ടിലുള്ള ഈ ഒരു ഫോഗ് ലൈറ്റ് കണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. DRL കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിനൊക്കെ എത്രത്തോളം വെട്ടം കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈകളെ ഈ മാസ്ക് ഒക്കെ വെക്കണമെന്നുകൊണ്ട് വെട്ടം കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ ഈ ഫോഗ് ലൈറ്റ് ഇവിടെ 2 സൈഡും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 10R മിററൊക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ കണ്ട. അപ്പം അങ്ങനെ അവിടെ ഇൻഡിക്കേറ്റർ കത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള. പിന്നെ ഓവറോൾ ലുക്ക് കണ്ട എങ്ങനെയുണ്ട്, നൈസല്ലേ. നമുക്ക് കുറച്ച് കാര്യം എന്തായാലും വണ്ടി ഓടിച്ച് സംസാരിക്കാം, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. 93,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് കേട്ടോ. ഞാൻ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ പക്ക സ്മൂത്ത് ആയിട്ടിരിപ്പുണ്ട് വണ്ടി. കാരണം അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്താണ് പക്കയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് പയ്യൻ. അപ്പോൾ അതോടൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയാലും വണ്ടി ഇങ്ങനെ പക്കയായിട്ട് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എഞ്ചിൻ സൈഡിൽ വേറെ പണിയൊന്നും ചെയ്തില്ല. അല്ലാതെ ഈ തേയ്മാനം പറഞ്ഞ ടയർ, ബ്രേക്ക് പാഡ്, ബെയറിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറുമെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. എഞ്ചിൻ സൈഡൊന്നും ഒരു കുഴപ്പമില്ല, പക്ക സ്മൂത്ത് ആയിട്ടിരിപ്പുണ്ട്. പക്ക സ്മൂത്ത് ആയിട്ടിരിപ്പുണ്ട് കേട്ടോ വണ്ടി. പെർഫോമൻസ് ഒന്നും ഒരു കുഴപ്പമില്ല. വണ്ടി തെറിച്ച് ഇപ്പോഴും നിൽപ്പുണ്ട്. ബൈറ്റ് നല്ല പക്ക ബൈറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, പക്കയായിട്ട് അവിടെ നിൽപ്പുണ്ട്. പെർഫോമൻസിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. വണ്ടി പക്കയായിട്ട് ഇപ്പൊ 4ാമത്തെ ഗിയറിൽ 114, 115 ഗിയർ പോണ്. 5ാമത്തെ ഗിയർ 130 കഴിഞ്ഞ് ഇനി എന്തായാലും പോണില്ല. ഇതിനകത്ത് കണ്ട MGയുടെ ആ ഒരു ബ്രേക്കിന്റെ ഈ ഒരു സ്വിച്ച് കണ്ട, കിൽ സ്വിച്ച് പറഞ്ഞത് ഇത് MGയുടെ ആണ്. ആ ഒരു കണക്കിൽ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊള്ളാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും അറിയാമേ. ബൈറ്റൊക്കെ പക്ക കേട്ടോ. ബ്രേക്ക് ഡബിൾ ഹോണ്, പുതിയ മോഡൽ പോലെ ഡബിൾ ഹോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹോണ് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഉള്ള പക്ക സ്മൂത്ത് അതിൻ്റെ സൗണ്ട്. സ്റ്റോക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ എക്സോസ്റ്റ് വയ്ക്കുക വേറെ ഒരു പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഈ കണക്കിൽ ഇങ്ങനെ മോഡ് ചെയ്ത് അവൻ്റെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കണമെന്നേ ഉള്ളൂ. A1 കസ്റ്റംസിൽ നിന്നാണ് ഈ വണ്ടി ഇങ്ങനെ ഈ ഒരു കണക്കിലോട്ട് എത്തിച്ചത്. ഈ പയ്യൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത്. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് ഓർത്താൽ. ഈ വണ്ടിയുടെ കോസ്റ്റ് എത്രയാണെന്നുള്ളത്, പണി ചെയ്തിട്ട് എറൗണ്ട് എത്ര ആയി എന്നുള്ള കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് ചെയ്തു അഡീഷണൽ ആക്സസറീസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് പെയിൻറ്റ്
ചെയ്തതും ഈ സ്റ്റിക്കർ വർക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് എത്ര രൂപയായെന്നുള്ളത് ജസ്റ്റ് ഞാൻ താഴെ കൊടുത്തു. എറൗണ്ട് എത്ര ആയെന്നുള്ള കാര്യം ഞാൻ എന്തെങ്കിലും കൊടുത്തിരിക്കാം. അന്ന് ഈ വണ്ടി എടുത്ത സമയത്ത് 2018 ഈ വണ്ടി എടുത്ത സമയത്ത് 1.5 ലക്ഷം ആ ഒരു റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 2 ലക്ഷം രൂപ വരെ വണ്ടി എത്തി R15 V3. ഇപ്പം V3 സ്റ്റോപ്പ് ചെയ്ത് ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ട്രാക്ക് ടയർ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല ഗ്രിപ്പുള്ള ട്രാക്ക് ടയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെനുവിനെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെനുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലെനുവിന് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ടോ നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സിലുള്ള ആൾക്കാർ എന്താണ് ഇപ്പം നോക്കൗട്ടർ വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. സംഭവം ഇങ്ങനെയാണ്, നമ്മൾ സൈഡായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കാരണം നമുക്ക് വീഡിയോ ഇടയ്ക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം ഇങ്ങനെ ഡിലേ ആയിപ്പോയി കേട്ടോ. അതാണ് കാരണം, അല്ല വേറെ ഒന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി മാക്സിമം നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്നെല്ലാ വീഡിയോ കഴിയുമ്പോഴും പറയണമല്ലേ. അത് സംഭവം വേറെ ഒന്നുമില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വളരെ കുറച്ചുള്ള ഒരു എമൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡായിട്ട് വേറെയും കാര്യങ്ങളൊക്കെ നോക്കണം. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ല വേറെ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വിട്ട് കളഞ്ഞ് അങ്ങനെ പോയൊന്നുമില്ല. യൂട്യൂബ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലും ചെയ്യും, നമ്മൾ യൂട്യൂബ് നിർത്തി പോയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈലായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനി അടുത്ത നേരം കാണാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ.